ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഗൈസ്, അപ്പോൾ നമുക്ക് കൊനാമി 17 ട്രൈയോളം തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ എപ്പിക് പാക്കിൽ. അപ്പോൾ എനിക്ക് ഇന്നലെ നമ്മുടെ കാഫുവിനെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ മാച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ കാഫു അതുപോലെ തന്നെ പോർവ പാക്കിൽ ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കവാരാസ്ക്യൂ അങ്ങനെ എന്തൊരു പ്ലെയറിനെ. അപ്പോൾ നിങ്ങൾക്ക് ആരെ കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലത്തെ എപ്പിക്ക് എത്ര കിട്ടിയത് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഞാൻ ഇന്നലെ ഫ്രീ ട്രൈ ചെയ്തു ഗൈസ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇന്നലെ 3 ട്രൈ ചെയ്തു. അതിൽ ഒരു ട്രൈയില് ആദ്യത്തെ ട്രൈയിൽ ഫ്രീ ട്രൈ എനിക്ക് കിട്ടി നമ്മുടെ കാഫുനെ. അപ്പൊ ഇന്ന് ഞാനിതാ ഇന്നലെ 3 ചെയ്തു. പക്ഷെ 3 ഒരെണ്ണം കിട്ടി, ബാക്കി 2 പോയി. ബാക്കി നോർമൽ കാർഡാണ് കിട്ടിയത്. അപ്പൊ ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ ആര് എപ്പിക്ക് കിട്ടുകയെന്ന്. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ റോബോട്ടോ കാർലോസിനെ കിട്ടണം എന്നാണ്. അപ്പൊ ഞാനിതൊരു വേറൊരു ട്രിക്കൊന്നുമല്ല, ചെറിയൊരു ട്രിക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. നിങ്ങളും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തേക്കും. ഒരു ട്രൈയെങ്കിലും ഞാൻ ചെയ്യുന്നുള്ളൂ, ഒന്ന് ചെയ്ത് നോക്കാം. ചിലപ്പോൾ എങ്ങനെ കിട്ടിയാലോ. ഇതുപോലെ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് എല്ലാം ടാപ്പ് ചെയ്ത് അതും മെല്ലെ മെല്ലെ എല്ലാം ടാപ്പ് ചെയ്യും. അതിനുശേഷം 1 2 കൂടുതൽ ജസ്റ്റ് ഒന്ന് പ്ലെയറിനെ എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ ഞാൻ സ്റ്റോയിച്ച്കോവിനെ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. എത്രാമത്തെ ട്രൈയിലെ കിട്ടിയെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ കാർഡ് എങ്ങനെയാണെന്ന് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഫ്രീ ട്രൈ ഒക്കെ നമ്മളൊന്ന് ക്യാൻസൽ ചെയ്യും. ചിലപ്പോഴൊക്കെ നമുക്ക് നടക്കും കേട്ടോ. റോബോട്ടോ കാർലോസിനെ എടുത്തു. അപ്പൊ എന്തായാലും കൊനാമിക്ക് എന്നോട് ഇന്ന് സ്നേഹമുണ്ടോ നമുക്ക് നോക്കാം ഗൈസ്. അപ്പൊ എല്ലാം ഒന്ന് ജസ്റ്റ് മെല്ലെ മെല്ലെ ചെയ്യും. ജസ്റ്റ് നിങ്ങൾ മെല്ലെ ചെയ്താൽ മതി, കാരണം അതാണെന്ന് തോന്നുന്നു. എനിക്ക് എന്തോ ഒരു ഭാഗ്യം പോലെ വരും ചിലപ്പം. അപ്പൊ നമ്മളിതാ ഫ്രീ എടുക്കാൻ പോവാണ് ഗൈസ്. എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഫ്രീ അടിക്കില്ല എന്ന് ഗൈസ്. അപ്പോ കത്തിയിട്ടുണ്ട് എന്റെ പോലെ ഗൈസ്. കളറ് കത്തിയിട്ടുണ്ട്. എന്താവും അറിയില്ല. ഈ കൊനാമി ആയതുകൊണ്ടൊന്നും ഉറപ്പില്ല. എന്റെ കിട്ടി ഗൈസ്, ഒരു റോബോട്ടോ കാർലോസ്. എന്റെ മോനെ ഗൈസ്, നമ്മളപ്പോ ഈ ഒരു ചെറിയ ട്രിക്കിലൂടെ റോബോട്ടോ കാർലോസിനെ എടുത്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ലൈവാണ് ഇത്, ജസ്റ്റ് എഡിറ്റിംഗ് ഒന്നുമല്ല ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് അങ്ങനെ കാഫുവിനെ കിട്ടി, റോബോട്ടോ കാർലോസിനെ കിട്ടി. എന്തായാലും ഇനിയുള്ള എല്ലാവരെയും ഓരോ ദിവസങ്ങളായിട്ട് കിട്ടട്ടെ ഗൈസ്. അപ്പൊ ഞാൻ ചെയ്യുന്ന ട്രിക്ക് എന്ന് വെച്ചാൽ ഒരു ദിവസം ഒരു ദിവസം ഒരു ട്രൈ നടത്തുന്നുള്ളൂ ഇനി. കാരണം എന്താ അറിയോ, ഇന്നലെ ഞാൻ 3 ട്രൈ നടത്തിയപ്പം 1 കിട്ടി 2 പോയി, അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും ഒരാളെ ചെയ്യുന്നുള്ളൂ. അടുത്ത ദിവസം നമുക്ക് ചെയ്യാം. അപ്പൊ എന്തായാലും 1 റിമൈനിങ് ആയിട്ടാണ് കാണിക്കുന്നത് ഗൈസ്. ബാക്കി ലോഗിൻ ബോണസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും കാണാം ബാക്കി എങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും റോബോട്ടോ കാർലോസിനെയും കാഫുവിനെയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി മാച്ചൊക്കെ എങ്ങനെ ഉണ്ടാവും ജസ്റ്റ് നോക്കാം ഗൈസ്. എങ്ങനെ ഉണ്ടാവും അറിയില്ല. ഓക്കെ ഗൈസ്, അപ്പൊ ഞാനതാ നമ്മുടെ മാച്ച് ഓപ്പോണ്ട് സെറ്റാണ്. അപ്പോൾ റോഡ്രിഗറിനെയും ഹെർണാണ്ടസിനെയും ഇറക്കിയിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് തന്നെ. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാഫു അതുപോലെ തന്നെ റോബോട്ടോ കാർലോസ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം, അവർ വരട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സാബി അലോൺസോയുടെ ഒരു 4-1-2-3 ആണ് ക്വിക്ക് കൗണ്ടർ. നമ്മുടെ മെസ്സിയാണുള്ളത് ക്യാപ്റ്റൻ. അതുപോലെ തന്നെ നമ്മുടെ വാൻഡേവാട്ടൊക്കെ പുതിയ കുറെ പ്ലേയേഴ്സും റോബോട്ടോ കാർലോസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇറ്റലി ആണെന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ ഓപ്പോണ്ടായി വന്നിരിക്കുക. അപ്പൊ ഒരു കിടിലൻ മാച്ച് ആയിരിക്കും. എന്തായാലും അത്യാവശ്യം നല്ലൊരു സ്കോഡ് തന്നെയാണ്. എന്റെ മോൻ എന്താവുന്ന ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇന്നത്തെ മാച്ച് എങ്ങനെ ഉണ്ടാവുന്നു. നമ്മുടെ കളക്ടീവ് സ്ട്രെങ്ത് ലേശം കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ റോബോട്ടോ കാർലോസിനെ ഞാൻ അതുപോലെ തന്നെ നമ്മുടെ കാഫുവിനൊക്കെ ഇറക്കിയല്ലോ. കാഫു ഒക്കെ പ്രോഗ്രഷൻ ആയിട്ട് വരുന്നുള്ളൂ ഗൈസ്. അതുകൊണ്ട് ചെറുതായിട്ട് രീതിയിൽ നമുക്ക് എനർജിയൊക്കെ കളക്ടീവ് സ്ട്രെങ്ത് ഒക്കെ കുറവായിരിക്കും. അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും സെറ്റാണ്. ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂന്റെ വിഷയമുണ്ട്, അതുകൊണ്ടാണ് ചെറിയ ഇത് വരുന്നത്. എന്തായാലും ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ മെയിൻ്റെനൻസ് ടൈം ആകുമ്പോൾ ഏകദേശം എനിക്ക് കറക്റ്റ് ടൈം അറിയില്ല. ഒരാഴ്ചയോളം ക്രിസ്റ്റോ ആൽബിനോ അറിയില്ല. നമ്മളാണ് ഫസ്റ്റ് വെച്ച് ഇറങ്ങാൻ പോണത് ഗൈസ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ഉണ്ടാവും ഇന്നത്തെ മാച്ച്. എന്തായാലും പൊളിയൊരു മാച്ച് ആയിരിക്കും ഗൈസ്. അപ്പോൾ ഫസ്റ്റ് വെച്ച് നമുക്കാണല്ലോ മെസ്സി ടു ജെറാഡ് ടു റോഡ്രിഗർ ടു ഹെർണാണ്ടസ് ടു നൈസ് പാസ്, ഗ്രീസ്മാൻ ടു പാസ് ഡിബ്രൂണി. ചെറിയൊരു ലാഗായെന്ന് എനിക്ക് തോന്നുന്നു. ഹെർണാണ്ടസ് ഗൈസ് ഗ്രീസ്മാൻ എന്തായാലും ഷോട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു മെസ്സിയിലേക്കാണ്, പക്ഷെ കിട്ടിയിട്ടില്ല ഗൈസ്. ബെക്കംബർ ടു ഗൈസ് ചെറിയൊരു ലാഗ് ഉണ്ട്. ജെറാഡ് എടുത്തിട്ടുണ്ട്. എന്തായാലും നൈസ് ഒരു ഷോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മെസ്സി വീണ്ടും ബെക്കംബർ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാൻ കിട്ടിയിട്ടുണ്ട് മെസ്സിക്ക്. ഓക്കെ, ഒരു ഷോട്ട് അടിക്കാൻ ചാൻസ്. എന്റെ പൊന്നു മോനെ ഗൈസ്, ആരാടെ ഗോളി? മാനുവൽ ന്യൂയർ ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പൊ എന്തായാലും അതെ, വെറുതെ അല്ല, മാനുവൽ ന്യൂയർ ആണ് എന്തായാലും ഓപ്പോണ്ട് ഗോളി. അപ്പോൾ നമ്മുടെ ഗോളി വേഴ്സസ് അവന്മാരുടെ ഗോളി തന്നെയാണ് ഗൈസ്. അപ്പൊ എന്തായാലും ഒരു കോർണർ കിക്ക് പോയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ. ഗ്രീസ്മാൻ ആണ് എടുക്കുന്നത്. ഗ്രീസ്മാൻ ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഗ്രീസ്മാൻ ടു മാർക്കിന് ഡിബ്രൂണിലേക്ക് പോയി കൊണ്ടേക്കാൻ. മെസ്സി എടുക്കുന്നുണ്ട് ഗൈസ്. മെസ്സി ടു റോഡ്രിഗർ എടുത്തിട്ടുണ്ട്. റോഡ്രിഗർ ടു ഒരു ഷോട്ട് ഗൈസ് കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ റോബോട്ടോ കാർലോസ് ഗൈസ്. അപ്പം ആർക്കെങ്കിലും എപ്പിക്കില് ആരെ കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്യാൻ. നിങ്ങൾ എന്തായാലും ബെല്ലിംഗാം നല്ലൊരു ഷോട്ടാണ്. എന്റെ മോനെ മെസ്സി ഗൈസ് ചെക്കൻ കയറി വരുന്നുണ്ട്. എന്റെ മോനെ വാൻഡേവാട്ടിന്റെ ഒരു എന്റെ മോനെ ത്രോ ഗൈസ്. അപ്പൊ എന്തായാലും ആരടിച്ച സ്റ്റോയ്ക്കോവിച്ചോ
എന്റെ പൊന്നെ നല്ലൊരു ഹെഡിങ് ആണ്. എന്തായാലും വന്ന വരവ് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സ്റ്റോയ്ക്കോവിച്ചാണ്. അപ്പൊ ഗൈസ് ആരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യാം. അപ്പം എന്തായാലും കിട്ടാത്തവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തായാലും 17 ട്രൈ ഉണ്ട് ഉറപ്പാണ് ഗൈസ്. അപ്പൊ എന്തായാലും നോക്കാം. റോബർട്ടോ കാർലോസ് കിട്ടിയിട്ടുണ്ട്. റോബർട്ടോ കാർലോസ് ടു മെസ്സി. ഗൈസ് ഞാൻ എന്തായാലും വിചാരിച്ചു ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് അതുപോലെയാണ് കിട്ടിയത്. വാൽവerde ഗൈസ്. അപ്പം ബെക്കംബാർ ടു ബെല്ലിംഗാം കിട്ടിയിട്ടുണ്ട്. വാൽവerde ടു പാസ് വൈറ്റ് ഗൈസ്. ഇപ്പൊ കുറച്ചൊരു ദിവസമായിട്ട് നമ്മുടെ എന്താ പറയാ റേഞ്ച് ഇഷ്യൂ ഒക്കെ കുറച്ചൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് മാച്ചുകളിൽ അങ്ങനെ കാര്യമായൊരു മെസ്സി ടു നൈസ് ജെറാർഡിലേക്ക് പാസ് ത്രൂ പാസ് വാൽവerde റോബർട്ടോ കാർലോസ് എടുത്തു ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മെയിൻ്റനൻസ് വരുമ്പോൾ മാർക്കിനസ് നമുക്ക് ആർക്കും പെസ് അങ്ങനെ തുറക്കാൻ കഴിയില്ല ഗൈസ് ഈ ഫുട്ബോള്. അപ്പോൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്താ പറയുക നമ്മുടെ വീഡിയോസ് ഒക്കെ ഞാൻ ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക അപ്ഡേറ്റിന് ശേഷം അപ്ലോഡ് ചെയ്യണോ? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് ഡേറ്റ് അറിയില്ല ഗൈസ്. എന്തായാലും എല്ലാവരും പറയുന്നത് ഒരാഴ്ചയോളം മെയിൻ്റനൻസ് ഉണ്ടാവുന്നതാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുസരിച്ച് വരട്ടെ, കുറേ എല്ലാം വരട്ടെ ഗൈസ്. അന്നേരം നമുക്ക് എല്ലാവർക്കും സെറ്റ് ആവാൻ പറ്റുള്ളൂ. കുറേ ആനിമേഷനും കാര്യങ്ങളൊക്കെ വരട്ടെ. നിങ്ങൾ എന്തായാലും ജസ്റ്റ് കമന്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഡിബ്രൂണി ടു സ്റ്റോയ്ക്കോവിച്ച്. ഓക്കെ മെസ്സി ടു കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു വാൽവerde ടു റോബർട്ടോ കാർലോസ് ഗൈസ്. റോബർട്ടോ കാർലോസ് വീണ്ടും റോബർട്ടോ കാർലോസിലേക്ക് ബെല്ലിംഗാം കിട്ടിയിട്ടുണ്ട്. വാൽവerde ടു മറഡോണ. ഓക്കെ കിട്ടിയിട്ടുണ്ട് മെസ്സി. നൈസ് ഒരു ഡിബ്രൂണി. എന്റെ പൊന്നോ ഹെർണാണ്ടസിന് കിട്ടിയിട്ടുണ്ട്. സ്റ്റോയ്ക്കോവിച്ച് റോഡ്രിഗർ ഗൈസ്. അപ്പം ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാൻ നിങ്ങൾ ആരൊക്കെ ഡിഫൻസ് ഇട്ടേക്കുന്നത്. ഓക്കെ അതുപോലെ തന്നെ ഏത് ഫോർമേഷനാണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ. ഓക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് റോഡ്രിഗർ. എന്തായാലും നമ്മൾ എന്റെ പൊന്നു മോനെ എന്റെ പാട്ട് എന്തൊക്കെയാ കാണിക്കുന്നത് ഗൈസ്. അപ്പൊ എന്തായാലും ത്രോയിങ് കിട്ടിയിട്ടുണ്ട് നമുക്ക് തന്നെ. 37 മിനിറ്റ് ഉണ്ട്. എന്തായാലും ആ കിട്ടിയ ഫസ്റ്റ് ചാൻസ് അതാ എന്റെ പാട്ട് ഗൈസ് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ഒരു പാസ് ത്രൂ പാസ് മാർക്കിനസ്. വാൽവerde ടു മറഡോണ ടു എന്റെ പൊന്നു ബെല്ലിംഗാം ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ഡിബ്രോണി കിട്ടിയിട്ടുണ്ട്. ഗ്രീസ്മാൻ ഒരു ഗുണ്ടകലിന് പാസ് ഗൈസ് കിട്ടിയിട്ടുണ്ട്. മെസ്സിക്ക് നല്ലൊരു ചാൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ബെക്കംബർ ഗൈസ്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഡിഫൻസ് ചെക്കന്മാർ പൊട്ടുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്തത്. കിട്ടിയിട്ടുണ്ട്. വാൽവerde ടു മെസ്സി ടു വാൽവerde വീണ്ടും എന്റെ പൊന്നു റൂബനോസ് ഗൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരേപോലെ രണ്ടുപേരും ഷോട്ട് അടിച്ചിരിക്കുന്നത്. കാരണം നല്ലൊരു ഷോട്ടുകളായിരുന്നു. അപ്പൊ നമുക്ക് എന്തായാലും പറയാം നമ്മുടെ എപ്പിക് പ്ലേയേഴ്സിനെ ഇറക്കാം. റോബർട്ടോ കാർലോസ് അതുപോലെ തന്നെ കാഫു ഉണ്ട് ഗൈസ്. കാഫുവിന് നമ്മൾ ഇപ്പം ഇറക്കുന്നില്ല, മിറ്റോമേനെ ഇറക്കുന്നു. ചെക്കൻ നമ്മുടെ റാഷ്ഫോർഡിനെ പോലെയാണ്. കാരണം ഭാഗ്യം കൊണ്ടുവരുന്ന ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് നമുക്ക് മിറ്റോമേനെ ഇറക്കാം. അപ്പൊ നമ്മൾ എന്തായാലും മാച്ചിലേക്ക് കിടന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം മിറ്റോമേന്ന് തന്നെ ആയിരിക്കുമോ ഗൈസ് ഗോള്. നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. പോർബാക്ക് എനിക്ക് കവരാസ്കിയോ അങ്ങനെ എന്തൊരു പ്ലെയർ ആണ് ഗൈസ്. ഞാനത് കറക്റ്റ് നോക്കിയിട്ടില്ല. എന്തായാലും മെസ്സി എൻ്റെ പിന്നെ ഫസ്റ്റ് തന്നെ നല്ലൊരു കയറലാണ്. റോഡ്രിഗർ ഗൈസ്. ഇതുപോലുള്ളൊരു ഷോട്ടാണ് നമുക്ക് മാച്ചുകളിൽ പണി ഉണ്ടാക്കുന്നത് കേട്ടോ. ജെറാഡ് മെസ്സി ഒരു ത്രൂ പാസ്. വാൽവerde ഒരു മറഡോണ ഒരു ത്രൂ പാസ്. വാൽവerde റോബർട്ടോ കാർലോസ് വീണ്ടും റോബർട്ടോ കാർലോസ്. ഓക്കെ റോബിനോസ് വാൻഡേവാട്ട് ജെറാഡ് എൻ്റെ പിന്നെ റോഡ്രിഗർ ഉള്ളതുകൊണ്ട് നമ്മളവിടെ സേഫാണ്. മിറ്റോമ മെസ്സി എടാ ചെറുതായിട്ടൊന്ന് സീന എൻ്റെ പൊന്നെ കിട്ടുമോ ഗൈസ്. എന്തായാലും പോകുന്നുണ്ട്. റോബർട്ടോ കാർലോസ് എടുത്തു ഗൈസ്. കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു ഗുണ്ടകൻ ടു മെസ്സി മിറ്റോമ ടു നല്ലൊരു ചാൻസ് മറഡോണ. റോബർട്ടോ കാർലോസ് ഗൈസ്. അപ്പോൾ റോഡ്രിഗർ കിട്ടിയിട്ടുണ്ട്. മാർക്കിനസ് എടാ പണി പാളിന്ന് എനിക്ക് തോന്നുന്നു. മെസ്സി എൻ്റെ പൊന്ന മെസ്സി വരുന്നുണ്ട്. മാനുവൽ ന്യൂയർ ഇനി നിന്റെ കയ്യിലാണ് എല്ലാം. രക്ഷപ്പെട്ടു ഗൈസ്. അപ്പൊ നോക്കുകയാണെങ്കിൽ നമ്മുടെ അർജന്റീന പാക്ക് മെസ്സി അല്ലേ ഇത്? അതെ ഗൈസ്. അപ്പൊ നമ്മളെ പ്രീമിയം പാക്കത്തെ മെസ്സിയാണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഏത് മെസ്സിയാണ് നല്ല. അതുപോലെ തന്നെ എൻ്റെ പൊന്നോ മാനുവൽ ന്യൂയർ ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ പണി കിട്ടിയാണ് ഗൈസ്. അപ്പൊ നമുക്ക് എന്തായാലും സബിലേക്ക് പോവാം. എംബാപ്പേനെ ഇറക്കാം. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ പുതിയ പോർട്ടോ പ്ലെയർ ഗൈസ്. കവരാസ്കി നല്ല പേരാണ്. അടിപൊളി പറയാൻ പറ്റിയ പേരും ഗൈസ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആട്ടോ. കാരണം കുറേ മുമ്പ് നമ്മുടെ ഓപ്പോണ്ട് ഇതുമായിട്ട് വന്നായിരുന്നു ഒരു കിഡിലൻ സ്ക്വാഡായിട്ട്. അപ്പോൾ എന്തായാലും പൊളിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക ഞാൻ ഓൺലൈൻ മാച്ച് ആണോ അല്ലെങ്കിൽ നമ്മുടെ ഡിവിഷൻ മാച്ചാണോ കൂടുതൽ കളിക്കേണ്ടതെന്ന്. ഓക്കെ അപ്പോൾ ഓപ്പോണ്ട് സെറ്റ് ആവുന്നുള്ളൂ ഗൈസ്. അപ്പോൾ
എന്താ പറയാ, കുറെ 2025 കമ്മിങ് ആവുന്നതോടെ തന്നെ ഈ ഫുട്ബോൾ എനിക്ക് തോന്നുന്നു ആനിമേഷൻസ് ഒക്കെ നല്ല രീതിയിൽ കൂടും. കാരണം നമ്മുടെ സൈസൊക്കെ പറയുന്നുണ്ട് കുറെ പേര്, എനിക്ക് കറക്റ്റ് അറിയില്ല. എന്തായാലും നമ്മുടെ ഈ ഫുട്ബോൾ നല്ലൊരു കുറെ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടാണ് നല്ലൊരു മെയിൻ്റെനൻസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നു. ഐസപ്പ് എന്തായാലും കോർണർ കിക്കാണ്, നമുക്ക് നോക്കി നോക്കാം അവന്മാർ അടിക്കോ. ഡിബ്രൂണി എംബാപ്പേനെ എടുത്തു നമ്മൾ. അപ്പോൾ എന്തായാലും എംബാപ്പെ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നിങ്ങൾ ആരുടെ ഫാനാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം ഗൈസ്. അപ്പോൾ ഡിബ്രൂണി ആവുന്നുള്ളൂ ഗൈസ്, ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂവിന് തന്നെയാണെന്ന് തോന്നുന്നു. സെറ്റ് ആവാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. ഡിബ്രൂണി ടു മിറ്റോമയിലേക്കാണ് ഗൈസ്, കിട്ടുമോ ഗൈസ്? എൻ്റെ പൊന്നെ വൈറ്റ് കിട്ടിയിട്ടുണ്ട്. വാൽവറുടെ ഒരു ഷോട്ട്, എംബാപ്പെ ടു ഗുണ്ടേഗൻ ടു റോബർട്ടോ കാർലോസ്. ഈ ബെക്കംബർ ഇവിടെ വന്നത് പണിയല്ലോ. എംബാപ്പെ, എൻ്റെ പൊന്നു ഡിലേറ്റ് ഗൈസ്. ഈ ഡിലേറ്റ് ചെയ്ത മാച്ചുകളൊക്കെ മൊത്തം ഇങ്ങനെയായിരിക്കും. ജെറാഡ് ടു ഗൈസ് കിട്ടിയിട്ടുണ്ട്. ജെറാഡ് ടു നല്ലൊരു പാസ് ആവട്ടെ. മിറ്റോമ അടിച്ചോ ഗൈസ്, ഗോള് ഗൈസ്. അപ്പം എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മിറ്റോമ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിഡ്ലോ ഗോളായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കുറച്ചൊരു നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ പ്രശ്നമാണെങ്കിലും മിറ്റോമ അടിച്ചു. ചെക്കൻ നമ്മുടെ ഭാഗ്യം തന്നെ ഗൈസ്, നമ്മുടെ യമാൽ ഇറങ്ങിയ പോലെയാണ്. ഓക്കെ, അപ്പോൾ 1-0 ആയിട്ടുണ്ട്. ഓക്കെ, 64 മിനിറ്റിൽ അപ്പം കലക്കി ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് വരുന്ന മാച്ചുകളിൽ കാഫൂനൊക്കെ സെറ്റാക്കി, അതുപോലെ തന്നെ ഒരു ലോങ് റേഞ്ചറൊക്കെ പറപ്പിച്ച് നോക്കാം. എനിക്ക് ഇന്നലെ വാൽവറുടെ ഒരു ഗൈസ് മിക്കവാറും എനിക്ക് തോന്നുന്നു ഓപ്പോണ്ട് പോയിന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ തോന്നുന്നു ഗൈസ് നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ അല്ലെങ്കിൽ പോയതാണോന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ ഓപ്പോണ്ട് പോയിട്ടുണ്ട്. അപ്പം ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ. ഓക്കെ, ബൈ.